നമ്മളൊരു ഗൂഗിൾ എടുത്ത് നമ്മൾ ഇൻകം ടാക്സ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ രണ്ടാമത് വരുന്നത് income.tax.gov.in. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. ഇവിടെ നമുക്ക് ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്ന് കാണാൻ സാധിക്കും. നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ആധാർ ലിങ്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളൊരു സംശയം ഉണ്ടായിരിക്കും നമുക്ക്. അപ്പോൾ നമുക്ക് അതൊന്ന് ക്ലിയർ ചെയ്യാം. ഫസ്റ്റ് അത് നമ്മുടെ പാൻ നമ്പർ കൊടുക്കുക, നമ്മുടെ ആധാർ നമ്പർ കൊടുത്തിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഓൾറെഡി ലിങ്ക്ഡ് എന്ന് കാണിക്കും നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോട്ട് ലിങ്ക്ഡ് എന്ന് കാണിക്കും. അപ്പോൾ നമുക്ക് ഈ നോട്ട് ലിങ്ക്ഡ് എന്ന് കാണിക്കുകയാണെങ്കിലാണ് നമുക്കത് ലിങ്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് ഒരു 3 മാസം കൂടി, അതായത് 2023 ജൂൺ 30 വരെയും കൂടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനുള്ളിൽ ചെയ്ത് തീർത്താൽ മതി. അപ്പോൾ നമുക്ക് ലിങ്ക് ആധാർ എന്ന് ക്ലിക്ക് ചെയ്യാം. ഹോം സ്ക്രീനിൽ വരുന്നത് ഇവിടെ നമ്മൾ നമ്മുടെ 1000 രൂപയാണ് നമുക്ക് ഫൈന് വരിക. അതിൻ്റെ മുന്നത്തെ കഥകളൊക്കെ പറയുന്നുണ്ട്. 500 രൂപയായിരുന്നു 2022 ജൂണിൽ, അത് കൂട്ടിയതാണ്. ഓക്കെ, ഇനി നമുക്ക് 2 രീതിയിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ആദ്യം ഈ പറയുന്ന ബാങ്കുകൾ, ആക്സിസ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, കനറ ബാങ്ക്, അപ്പോൾ ഈ ബാങ്കുകൾ വഴിയാണ് നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്. ഇനി അതല്ല നമ്മൾ സ്റ്റേറ്റ് ബാങ്ക്, മറ്റ് ബാങ്കുകൾ, വേറെ 2-3 ബാങ്കുകളോടും പറയുന്നുണ്ട്. ആ ബാങ്കുകൾ വഴിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 2 രീതിയിലും എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ പാൻ നമ്പർ ഇവിടെ കൊടുക്കുക, പാൻ എഴുതിക്കൊണ്ടിടത്ത്. അതേപോലെ ആധാർ നമ്പർ കൊടുക്കുക, വാലിഡേറ്റ് കൊടുക്കുക. അപ്പോൾ ഈ വാലിഡേറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇപ്പം നേരത്തെ ഇനി പറഞ്ഞ സെയിം ഓപ്ഷനാണ്. നമുക്ക് 1000 രൂപ കൊടുക്കേണ്ടി വരും. അത് 2 രീതിയിലാണ് കൊടുക്കേണ്ടത്. അതിൽ ഒന്ന് മേജർ ഹെഡ്, മൈനർ ഹെഡ്, 500 രൂപ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അങ്ങനെ ഡീറ്റെയിൽസൊക്കെയാണ്. അതെല്ലാം എങ്ങനെയാണ് കൊടുക്കേണ്ടത് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു പാൻ നമ്പർ 2ലും ഫില്ല് ചെയ്യുക. പാൻ എന്നാണ് പറയുക. പാനിൽ 2 നമ്പറും പാനിൽ ഫില്ല് ചെയ്യാം. അതുപോലെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP മെസ്സേജ് വരും. അപ്പോൾ ഈ OTP മെസ്സേജ് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നമുക്ക് കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ OTP വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ആയി എന്ന് വന്നു. നമുക്ക് വീണ്ടും കണ്ടിന്യൂ എന്ന് കൊടുത്തിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, ജസ്റ്റ് നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ 3 ഓപ്ഷനാണ് വരുന്നത്. ഇതാണ് നമ്മൾ ആദ്യം മേജർ ഹെഡ്, മൈനർ ഹെഡ് എന്നെല്ലാം പറഞ്ഞ് ആദ്യം കാണിച്ചത്. ഇതിൽ ഒന്നാമത്തെ നമ്മളാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അസസ്മെൻറ്റ് ഇയർ ആണ് ചോദിക്കുന്നത്. 2023-24 എന്നാണ് നമ്മുടെ അസസ്മെൻറ്റ് ഇയർ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ഈ മൈനർ ഹെഡ് എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ അതർ റെസീപ്റ്റ് 500 ഒന്നാമത് വരുന്നത്. അപ്പോൾ അതാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അതർ റെസീപ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ 500 രൂപ ഇവിടെ സെലക്ട് ആയി. ഇനി നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്ക്രീൻ വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ എമൗണ്ട് നമുക്ക് വന്നിരിക്കുന്നത് 1000 ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതല്ല. മറ്റേ കേസിലാണെങ്കിൽ, രണ്ടാമത്തെ ബാങ്ക് ആണെങ്കിൽ നമ്മൾ എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. നെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് കാർഡ്, പേ അറ്റ് ബാങ്ക് കൗണ്ടർ, RTGS, നെഫ്റ്റ് ട്രാൻസാക്ഷൻ. ഓക്കെ, ഇതിൽ നമുക്ക് ഒരുപാട് ബാങ്കുകളുടെ പേരും പറയുന്നുണ്ട്. ആക്സിസ് ബാങ്ക്, കനറ ബാങ്ക്, ICICI ബാങ്ക്. അപ്പോൾ ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ ട്രാൻസാക്ഷൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നെറ്റ് ബാങ്കിങ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഡെബിറ്റ് കാർഡ് കൊടുത്തിട്ട് നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഡെബിറ്റ് കാർഡ് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ കനറ ബാങ്കാണ് സെലക്ട് ചെയ്യുന്നത്. കനറ ബാങ്ക് സെലക്ട് ചെയ്ത് നമുക്കൊന്ന് കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ, കണ്ടിന്യൂ കൊടുത്തു. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും വരും. അതിൻ്റെ ടാക്സ് പേയബിൾ ഡീറ്റെയിൽസും കാര്യങ്ങളും, അതിൻ്റെ ബ്രേക്കപ്പ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ്റെ ഒരു ഡയലോഗ് ബോക്സ് വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഏറ്റവും താഴേക്ക് വലിക്കുക. ഇത് ഏറ്റവും അതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ നമ്മളൊരു ടിക്ക് ബോക്സിൽ എനേബിൾ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഐ അഗ്രി ടു ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സബ്മിറ്റ് ടു ദ ബാങ്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജ് വന്നു. ഇവിടെ നമുക്ക് താഴെ മൊബൈൽ നമ്പറും ഇമെയിൽ ID കൊടുക്കുക. ഓപ്ഷണലാണ്, കൊടുക്കണം നിർബന്ധമില്ല. അപ്പോൾ ഇത് കൊടുത്ത് നമ്മുടെ കാർഡിൻ്റെ പേരും എക്സ്പയറി ഡേറ്റും അതിൻ്റെ CVVയും കാർഡിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്ത് പേ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ, ഇനി ഈ പറഞ്ഞ ബാങ്കുകളല്ല, നമുക്ക് മറ്റ് ബാങ്കുകളുടെ SBI, അതുപോലെ HDFC തുടങ്ങിയ ബാങ്കുകളുടെ കാർഡാണ് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനാണ് നോക്കേണ്ടത്. അപ്പോൾ വീണ്ടും നമുക്ക് ആ ബാങ്കുകൾ കൈവശമുള്ള ആളുകളാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത അതേപോലെ തന്നെ കൊടുക്കുക. അപ്പോൾ ആദ്യം കാണിച്ച ബാങ്ക് ഈ കാണുന്നതൊക്കെയാണ്. ആക്സിസ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, കുറേ ബാങ്കുകൾ പറയുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ HDFC, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ കാർഡുകളുള്ള ആളുകൾ ഈ താഴത്തെ ഈ ഒരു ക്ലിക്ക് ഹിയർ ടു പ്രോട്ടീൻ പ്രീവിയസ്ലി NSDL ഇതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഡിസ്ക്ലെയിമർ വരും. നമുക്കൊന്ന് കൺഫേം കൊടുക്കാം.
അപ്പോൾ ഇങ്ങനൊരു സ്ക്രീനാണ് വരിക. വേറൊരു പേജിലേക്കാണ് പോവുക. അപ്പോൾ ഇവിടെ നമുക്കിത് രണ്ടാമത്തെ ഓപ്ഷൻ ചലാൻ നമ്പർ ITNS 280 എന്നുള്ള ഈ ഒരു ഇതാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് പ്രൊസീഡ് കൊടുക്കാം. ഇത് പ്രൊസീഡ് കൊടുക്കുമ്പോൾ നമുക്കിവിടെ 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. അത് നമ്മൾ ഏതിലൊക്കെയാണ് എമൗണ്ട് എന്നുള്ളത്, മൈനർ ഹെഡും ഇതൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ 0021 ഇൻകം ടാക്സ് അതർ ദാൻ കമ്പനീസ് എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി മറ്റേത് അതർ റെസീപ്റ്റ് എന്നുള്ളതിൽ 500 നെക്സ്റ്റ് ഓപ്ഷനിലും സെലക്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മൾ SBI കാർഡും അതുപോലെ മറ്റേ 2 ബാങ്കുകളും പറഞ്ഞിട്ടുണ്ടല്ലോ, HDFC ബാങ്ക് ആണെങ്കിലും ഒക്കെ നമുക്ക് ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നെറ്റ് ബാങ്കിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് HDFC ഉണ്ട്, SBI ഉണ്ട്. ഡെബിറ്റ് കാർഡിൽ നെറ്റ് ബാങ്കിങ്ങിലാണെങ്കിൽ നമുക്ക് 3 ബാങ്കും അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. HDFC ഉണ്ട്, പഞ്ചാബ് ഉണ്ട്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ഏതാണ് നിങ്ങളുടെ കാർഡ് എന്നുണ്ടെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പാൻ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അവിടെ. അപ്പോൾ ഇവിടെയും നമ്മുടെ അസസ്മെൻറ്റ് ഇയർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ 2023 2024 നമ്മുടെ അസസ്മെൻറ്റ് ഇയർ, അത് കൊടുക്കാം. ഇനി ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ ഈ സ്റ്റാർ മാർക്ക് ഇട്ടതാണ് നമുക്ക് കമ്പൽസറി ആയിട്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ സിറ്റി, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, പിൻകോഡ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ എൻ്റർ ചെയ്തിരിക്കണം. നമ്മുടെ ബാക്കി അഡ്രസ്സ് കൊടുത്തോളം നിർബന്ധമില്ല, കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ക്യാപ്ച കാർഡും കൊടുത്തിട്ട് നമുക്കൊന്ന് നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇതേപോലെ അടുത്ത പേജ് വന്നു. ഇവിടെ നമുക്ക് അതിൻ്റെ എന്താ പറയുക, പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പേയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. നമുക്കതിൻ്റെ ഏറ്റവും ബോട്ടം പോർഷനിലേക്ക് താഴേക്ക് വരാം. ഇവിടെ വന്ന് ഐ അഗ്രി സെലക്ട് ചെയ്ത് സബ്മിറ്റ് ടു ബാങ്ക് എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്, ഇൻ്റർനെറ്റ് ബാങ്കിങ് ആണോ, ഇനി നമ്മുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടാണോ, എങ്ങനെയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ആണ് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്. ആദ്യം കാർഡിലാണ് കാണിച്ചതെന്ന്, രണ്ടാമത്തെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് കൊടുത്ത് നമ്മൾ നമ്മുടെ യൂസർ നെയിം പാസ്വേഡും കൊടുക്കുക. ഇനി കാർഡാണ് കൊടുക്കണമെങ്കിൽ കാർഡ് ഹോൾഡർ നെയിമും കാർഡിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുക. അതെല്ലാം കൊടുത്തിട്ട് നമുക്ക് ലോഗിൻ കൊടുത്ത് വരാം. അപ്പോൾ ഇതേപോലെ സ്ക്രീനാണ് നമുക്ക് രണ്ടിലും വരിക. ഇവിടെ നമ്മൾ നമ്മുടെ എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഈ ഒരു സെക്ഷനിൽ. അപ്പോൾ നമ്മളിവിടെ അതേഴ്സ് എന്ന് ഈ താഴെ കാണുന്ന അതേഴ്സിൽ നമ്മൾ 1000 രൂപ എന്നുള്ള 1000 നമ്മൾ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതേഴ്സിൽ 1000 നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കണം. ടോട്ടൽ എമൗണ്ട് 0 എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ കാൽക്കുലേറ്റ് എന്ന് കൊടുക്കുമ്പോൾ നമുക്കത് 1000 ആയിട്ട് വന്നു. ഓക്കെ, ഇങ്ങനൊരു അഡീഷണൽ സ്റ്റെപ്പ് കൂടെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഒരു SBI രീതിയിൽ ചെയ്യുന്ന സമയത്ത്. ഇനി നമ്മൾ കൺഫേം കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താണ്, ബാങ്കിൻ്റെ ഒരു മെസ്സേജാണ് വന്നത്, അത് കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുക്കാം. നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് വന്നു. നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളും സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടുള്ള ഫൈനൽ സ്റ്റെപ്പിലേക്കാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് വരുന്ന OTP മെസ്സേജ് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ താഴെ കൺഫേം കൊടുക്കുക. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ട് വന്നു. ഇപ്പോൾ നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ചലാൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. നമുക്കിതൊന്ന് റെഫറൻസിന് വേണ്ടിയിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫോട്ടോ ചെയ്തിട്ടോ ഒക്കെ ഒന്ന് എടുത്ത് വയ്ക്കാം. ഇനി അത് അങ്ങനെ എടുത്ത് വയ്ക്കാം, പ്രിൻറ്റ് ചെയ്ത് എടുത്ത് വയ്ക്കാം. ഇനി അല്ലെങ്കിൽ ഈ ക്ലിക്ക് ഹിയർ ചലാൻ്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് ജസ്റ്റ് പ്രിൻറ്റ് എടുത്ത് വയ്ക്കാം, ഇങ്ങനെ സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. അതേപോലെ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്തും ചോദിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.